So hello guys, welcome back to our channel Let's Play Series episode 4. അപ്പോൾ ഇന്ന് നമുക്ക് വലിയ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാൻ ഓഫ് ക്യാമറ ഇരുന്ന് വളരെ വലിയ ഗ്രൈൻഡിങ്ങിലൊക്കെ ആയിരുന്നു. ഞാൻ വേറെ ഒരു രീതിയിൽ തന്നെ ഞാൻ റൈഡ് ഫാം ഉണ്ടാക്കി. കൂടാതെ ഞാനാണെങ്കിൽ ചാടാൻ പറ്റുന്നില്ലല്ലോ. എത്ര ബ്ലോക്ക് ചെമ്പ്? 3 ബ്ലോക്ക് വേണ്ട, ഒരു ബ്ലോക്ക് കൂടി ഇങ്ങോട്ടേക്കാം. അപ്പം നമ്മളിവിടെ വലിയൊരു ഞാൻ ഇതെന്നെ മനസ്സിലുള്ളൊരു ഐഡിയ വെച്ച് ഉണ്ടാക്കിയതായിരുന്നു. ഇപ്പോൾ ചത്തേനെ. എന്തുവാണേലും ഇവിടെ കുറേ ബ്രീഡൊക്കെ എനിക്ക് കൂട്ടത്തിൽ ഒരു സ്റ്റാക്ക് കൊണ്ടൊക്കെ കുറേയൊക്കെ ഞാൻ തിന്ന് ഇവിടെ ഞാൻ നട്ടുമൊക്കെ വെച്ച്. പിന്നെ നമുക്ക് ഇത്രയും ടോട്ടൊക്കെ കിട്ടി ഗൈസ്. ഇപ്പോഴും എന്നെ ഇൻവെൻ്ററി ചെയ്തൊരു പടർന്നൊക്കെ അടുത്ത ബ്രീഡിങ് നടക്കട്ടെ. ഇതാണ് ഞാൻ ഇവിടെ കുറേ ബെഡൊക്കെ ഒപ്പിച്ച് വെച്ച്. ഷീപ്പ് ഇതാണ്. എൻ്റെ സോഡിൻ്റെ ഡ്യൂറബിലിറ്റി ഒക്കെ കുറേ കുറഞ്ഞു. ഇന്നലത്തെ പ്രോഗ്രസ്സുകളിൽ നിന്ന് വളരെയധികം പ്രോഗ്രസ്സുകളും ഉണ്ടാക്കി. കൂട്ടത്തിൽ ഇവിടെ 2 വില്ലേജർ ഇരിപ്പുണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ ഹീറോ വില്ലേജ് ഉണ്ട്. ഞാൻ ഇനി എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ അടുത്ത എപ്പിസോഡിലും അടുത്ത എപ്പിസോഡിലും ഒരു എൻജാനി സെറ്റപ്പ് അല്ല, മറ്റേ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാനാണ്. ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കണം എൻജാൻറ്റഡ് ബുക്കിനുള്ളത്. അവിടുന്ന് കുറേ എമറാൾഡ് ഒപ്പിച്ച് അങ്ങനത്തെ എല്ലാം സെറ്റാക്കി അങ്ങനെ കുറേ പരിപാടിയെല്ലാം ചെയ്യാൻ. ഞാനിപ്പോൾ എന്നത്തിന് മേടിപ്പോന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ കുറേ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് അതിൻ്റെ എല്ലാം ഫസ്റ്റ് പാർട്ടായ അത് ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്തത്, നമ്മളിതുവരെ ഒരു ബേസ് ഉണ്ടാക്കിയില്ല. ഞാൻ എപ്പോഴും ഈ 2 പെട്ടിയും ഈ ഒറ്റൊരു ഇതും കൊണ്ട് ജീവിച്ച് പോവുക. അപ്പോൾ എല്ലാ സ്റ്റോറേജ് എല്ലാം ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിനുവേണ്ടി എനിക്കിനി വളരെ വലിയ പ്ലാനുകളൊക്കെ ഉണ്ട്. പക്ഷെ തൽക്കാലം നമുക്ക് ഈ ഒരു ചെസ്റ്റ് കൂടെ വലുതാക്കി അടുത്ത എപ്പിസോഡ് വല്ല നമുക്കിതങ്ങ് സെറ്റാക്കാം. ഈ ഒരു നമ്മുടെ ബേസൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡ് സെറ്റാക്കാം. സോ ഗൈസ്, അപ്പോൾ ഇന്നധികം സമയമൊന്നുമില്ല വീഡിയോ എടുക്കാൻ. എന്തുവാണേലും അത് കാരണം ഞാൻ ഇവിടെ പെട്ടെന്നൊരു ഒറ്റൊരു കാര്യം മാത്രമേ എനിക്കൊന്ന് ചെയ്യാനുണ്ട്. എന്തുവാണെന്ന് വെച്ചാൽ അവിടെ പോയി ഇതുമല്ല, അവിടെ നമുക്ക് നെതറിലും കയറി നോക്കണം. കൂട്ടത്തിൽ എനിക്കൊരു എൻചാൻറ്റിംഗ് ടേബിളും ഉണ്ടാക്കണം. അപ്പോൾ ഫുഡൊക്കെ ഉണ്ട്, ഇതുണ്ട്. സൈൻ്റെ ആവശ്യമൊന്നുമില്ല, ബാനറിൻ്റെ ആവശ്യമില്ല, ലാവ ഇരുന്നോട്ടെ. പിന്നെ ആവശ്യമില്ല, ഷവൽ ആവശ്യമില്ല. ഈ ഒരു പിക്കാക്സ് ഇരുന്നോട്ടെ, വല്ലപ്പോഴും ആവശ്യം. ബോട്ടും ഇരുന്നോട്ടെ, ക്ലച്ചിന് വേണ്ട. ഇത് എൻ്റെ കയ്യിൽ നിന്ന് മാറ്റി വെക്കാം. പിന്നെ ഒരു ചോട്ടം കൂടെ കയ്യിലിരുന്നോട്ടെ. ബാക്കിയെല്ലാം മേളിൽ ഇങ്ങനെ അടുക്കി വെക്കാം. ഷീൽഡോടെ ഇവിടെ വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെ. അയ്യോ കാണത്തില്ല. 2 അടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കിവിടെ മറ്റേ ബുക്ക് വേണം അല്ലേ. അപ്പോൾ തൽക്കാലത്തേക്കിന് നമുക്ക് ആ എൻചാൻറ്റിംഗ് ടേബിളിനുള്ളതിൽ അങ്ങ് വെച്ചിട്ട് പെട്ടെന്ന് നെതറിൽ പോവാം. നെതറിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ വേണം. എൻ്റെ ഫ്ലിൻ്റ് ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. അത് കിട്ടിയിട്ടില്ലെന്ന് മാത്രം പറയില്ല, എൻ്റെ ഫ്ലിൻ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. ആ പരിപാടി കൊള്ളാമല്ലോ. എങ്കിൽ പിന്നെ ഇന്നതിനൊരു 20 ഫ്ലിൻ്റെങ്കിലും മിനിമം ഒന്ന് ഒപ്പിക്കണം. 20 ഫ്ലിൻ്റൊന്നും വേണ്ട, ഒരു ഫ്ലിൻ്റ് ഒന്ന് ഒപ്പിക്കണം. ഓക്കെ, ഫ്ലിൻ്റ് സെറ്റായി. ഗ്രാവലും എടുത്ത്. ഓക്കെ, ഇനി അയണ ഫ്ലിൻ്റ്. ഓക്കെ, ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കി. ഇവിടെ ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്കിനി നമ്മുടെ ഇതുണ്ടാക്കാം, നെതർ പോർട്ടൽ. ഓക്കെ, ഇനി ഞാൻ ഇതൊക്കെ മറന്നു പോയെന്ന്. 2, 3, 4 അവിടെ. പിന്നെ ഇവിടെ 1, 2. ഓക്കെ, പിന്നെ ഇവിടെ ഇനി നമുക്ക് ഈ നെതർ പോർട്ടൽ ലൈറ്റ് ചെയ്തിട്ട് എനിക്ക് കഴിച്ചിട്ട് കയറാം.
ഇൻവെൻ്ററി ഒന്ന് സെറ്റാക്കട്ടെ. ഷീൽഡും കയ്യിൽ പിടിച്ച് ടോട്ടോ എല്ലാം കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്. വലിയൊരു പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ കയറുന്നത്. നല്ലൊരു സ്പോണാണ് അത്രയൊന്നുമില്ല. ഒരു ഫോർട്രസിൻ്റെ അടുത്ത് അത്ര മാത്രം മതി. ഒരു ഫോർട്രസിൻ്റെ അടുത്ത് അതൊരുക്കിയിട്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്തിരിക്കാം. ഓക്കെ. ഓ മറ്റേ ഈ ഫോറസ്റ്റ് എൻ്റെ പേര് പറഞ്ഞ അത് വാർപ്പിഡ് ഫോറസ്റ്റ്. ഇത് പിന്നെ വാസ്റ്റ് ബയോം. അത് പിന്നെ ഏത് ഫോറസ്റ്റ് എന്നും മറന്നുപോയി. ആണെങ്കിലും എനിക്ക് ഒന്നും കാണത്തില്ല. എൻ്റെ റണ്ടർ ഡിസ്റ്റൻസ് എല്ലാം ഞാൻ കുറച്ചിട്ടേക്ക്. ഇവിടെ ഫുള്ള് പോകുക. ഇവിടെ അടുത്തായിട്ട് ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നൊന്നും ഇല്ല. ഇവിടുത്തെ ഈ തീയൊക്കെ അങ്ങ് കെടുത്തിയിട്ടേക്കാം. പിന്നെ എൻ്റെ ഈ നൈറ്റ് വിഷൻ ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല. ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്നൊക്കെ നോക്കട്ടെ. ഇവിടെ വല്ല എൻ്റെ സോ ഗൈസ്, അത് കുറച്ച് അധികം ഇതായി പോയി. ഞാൻ അറിയാൻ ഡയറക്റ്റ് അങ്ങ് എടുത്തങ്ങ് ചാടി അങ്ങ് പോയി. അതുപോലെ ടോട്ടം പൊട്ടുവാണെങ്കിൽ ഇതാവും. എനിക്ക് മറ്റേ ഫയറിന്ന് ഈ ഫയർ റെസിസ്റ്റൻസ് കിട്ടും. ടോട്ടം പൊട്ടുമ്പോൾ ഫയർ റെസിസ്റ്റൻസ് കിട്ടും. അയ്യോ, ഞാൻ ഒന്ന് ചത്തുപോയി. ആ ടോട്ടം ഇല്ലാതെ ഞാൻ ഇപ്പോൾ തീർന്നേന്. പെട്ടെന്ന് കയറട്ടെ. റീജനറേഷനും കിട്ടി. ഫയർ റെസിസ്റ്റൻസ് റീജനറേഷൻ 2 ആണ് കിട്ടുന്നത്. അയ്യോ, ഞാൻ ചാവാഞ്ഞത്. സ്പീഡില്ലല്ലേ. തിരിച്ച് മേളിലേക്ക് കയറാം ഒന്ന്. അയ്യോ, ഞാൻ ഏതോ ആയതിനുണ്ട് ടോട്ടം നേരത്തെ അങ്ങ് ഫാം ചെയ്ത്. കാരണം പിന്നെ തീർന്ന് ഞാൻ ഈ ടോട്ടം എടുത്ത് ഓഫ് ഹാൻഡ് പിടിക്കട്ടെ. ഇല്ലേ പിന്നെ ഒന്നുകൂടെ ഞാൻ തീരും. ഓഫ് ഹാൻഡ് ഒരു ടോട്ടം എന്താണേലും വേണം. ഇവിടെ പിന്നെ കുറേ എൻഡർമാനൊക്കെ ഉണ്ട്. നമ്മുടെ അയൺ പിക്കാക്സ് മാറ്റിയിട്ട് അങ്ങോട്ട് ഈ ബ്ലോക്ക് എടുത്തിട്ട് ഞാൻ മേളിൽ നിന്ന് എവിടുന്ന താഴേക്ക് വീണ്. അങ്ങ് മേളിൽ നിന്നാണെങ്കിൽ ചിലപ്പോൾ മൂഞ്ചി. നമ്മൾ അവിടെ നിന്നാണ് വീണെന്ന് തോന്നുന്നു. ഈ ഗ്യാസ് ഞാൻ നോക്കി. ഗ്യാസ് പോയി. ഇതിനിടയ്ക്ക് ഗ്യാസ് ടാങ്ങാനൊന്ന് ഓടി വെച്ചാൽ പിന്നെ അടുത്ത് തീർന്നു ഞാൻ. എത്തിയോ? അടുത്ത ടോട്ടവും പൊട്ടി. ആ ഗ്യാസ് പിന്നെ അതിൻ്റെ അതെവിടുന്നാണ് ഗ്യാസ്? ഇതിന് മണ്ടയ്ക്ക് ഗ്യാസ് സ്പോണായോ? ധൈര്യം താഴേക്ക് വാടാ. മേളിൽ തന്നെ അങ്ങ് നിൽക്കുക. ഏതോ ജസ്റ്റിനെ ചാകാൻ. ബാറ്ററി 10% ലോ. ഇവിടെ എവിടെ ഗ്യാസ് ചിന്തി? എന്നെ വെടി വെച്ച് കഴിഞ്ഞാൽ തന്നെ പോയി. ഇനി ഇങ്ങോട്ട് തിരിച്ചു വന്നാലോ? ഇനി ഇതിൻ്റെ കുഞ്ഞു ക്യൂബ്, അതിനെക്കാട്ടിലും കുഞ്ഞു ക്യൂബുകൾ. അവിടെ ഇത്രയും കുഞ്ഞു ക്യൂബിന് ഡാമേജ് ഒക്കെ ഉണ്ടായിരുന്നു. കുറേ മാഗ്മ ക്രീം കിട്ടി. ഇനി നമുക്ക് കുറേ ബ്ലോക്ക് അങ്ങ് എടുക്കാം. എനിക്കവിടെ വീഡിയോ പോസാക്കാൻ പോയിട്ടൊന്ന് ഏതോ ഭയത്തിന് ഞാൻ ഇത് ഒന്നുകൂടെ അങ്ങനെ ഗ്യാസ് അങ്ങനെ വെടിവെക്കുവാണ്. ഞാൻ പിന്നെ പറന്നു ഗ്യാസിനെ കൊല്ലും. എത്തിയോ? ഇനി എൻ്റെ സ്പീഡ് ബ്രിഡ്ജിങ് ഇൻവിൻസിബിൾ ബ്ലോക്ക്. ഓക്കെ, സ്പീഡ് ബ്രിഡ്ജർ പ്രോ ആണ്. തൽക്കാലം നമുക്ക് തിരിച്ച് ഓവർവേൾഡിൽ പോവാം.
അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നെതർ എക്സ്പ്ലോറേഷൻ. അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.